ഹലോ സ്റ്റുഡൻസ്, റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡിൻ്റെ തേർഡ് പാർട്ടാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ് ഫ്രം ഫ്രഞ്ച് ടു അതർ നേഷൻ. നമുക്കറിയാം, ഒരു സ്ഥലത്ത് റെവല്യൂഷൻ നടന്നാൽ വേറെ ഒരുപാട് നേഷൻസിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നമ്മൾ അമേരിക്ക റെവല്യൂഷനിലൂടെ പറഞ്ഞു കഴിഞ്ഞതാണ്. അമേരിക്ക റെവല്യൂഷൻ എങ്ങനെയൊക്കെയാണ് വേറെ റെവല്യൂഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. അതുപോലെ ഫ്രഞ്ചും ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. വെൻ ഫ്രാൻസ് സ്നീസസ് ദ റെസ്റ്റ് ഓഫ് ദ യൂറോപ്പ് ക്യാച്ചസ് കോൾഡ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഈ ഒരു റീമാർക്ക് മെയ്ഡ് ചെയ്തത് ഓസ്ട്രേലിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്കാണ്. എന്ത് കൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനൊരു അഭിപ്രായപ്പെട്ടത്? എത്രത്തോളമാണ് ഫ്രാൻസ് വേറൊരു നാഷനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്താണ് സ്റ്റിമുലേറ്റ് ഓൾ ദ ലേറ്റർ റെവല്യൂഷൻ ഇൻ ദ വേൾഡ്. പിൽക്കാലത്ത് നടന്ന ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. നെക്സ്റ്റ്, എൻഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്. യൂറോപ്പിലുണ്ടായിരുന്ന ഫ്യൂഡൽ സിസ്റ്റത്തിന് എൻഡ് ചെയ്തു. ആൻഡ് ത്രിട്ടൺ ദ ഓട്ടോക്രാറ്റിക് റൂൾ. ഏകാധിപത്യ ഭരണത്തിന് അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നെക്സ്റ്റ്, പ്രോക്ലെയിംഡ് ദാറ്റ് നാഷൻ ഈസ് നോട്ട് എ മിയർലി എ റീജിയൻ ബട്ട് ദ പീപ്പിൾ. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. നെക്സ്റ്റ്, കോൺട്രിബ്യൂട്ട് ദ കോൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സാവറിറ്റി. ജനങ്ങളാണ് പരമാധികാരി എന്നൊരു കോൺസെപ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ്, ലീഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം. നാഷണലിസത്തിന് ലീഡ് ചെയ്തു. പിന്നെ ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്തു. നെക്സ്റ്റ്, ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രെറ്റേണിറ്റീനെ സ്പ്രെഡ് ചെയ്തു. അടുത്തത് ഇവിടെ ഒരു ബോക്സിൽ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഇന്ത്യ എന്നൊരു പോർഷൻ ഉണ്ട്. ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ റൂളറായിട്ടുള്ള ടിപ്പു സുൽത്താനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് അദ്ദേഹം ഈ ഒരു ഫ്രഞ്ചുകാരോടുള്ള സൗഖ്യത്തെ പരിഗണിച്ചത്. അദ്ദേഹം സിറ്റിസൺ ടിപ്പു എന്നൊരു നെയിം അഡാപ്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ശ്രീരംഗപട്ടണത്തിൽ ട്രീ ഓഫ് ലിബർട്ടി പ്ലാന്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജേക്കബിൻ എന്നൊരു ക്ലബിൽ, ഫ്രഞ്ച് ക്ലബിൽ ഒരു മെമ്പർഷിപ്പും ഉണ്ടായിരുന്നു. അടുത്തതാണ് നെപ്പോളിയൻ ആൻഡ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ ഒരുപാട് നോബൽ എയിംസിന് വേണ്ടിയിട്ടാണ് നടത്തിയിട്ടുള്ളത്. റിപ്പബ്ലിക്ക്, ഇൻഡിപെൻഡൻസ് പോലത്തെ നോബൽ എയിംസിന് വേണ്ടിയിട്ടാണ് അവർ റെവല്യൂഷൻ നടത്തിയത്. പക്ഷേങ്കിൽ ഒരു ഷോർട്ട് പീരീഡിൽ അവർക്ക് നെപ്പോളിയൻ ബോണോപാർട്ട് എന്ന ഒരു ഓട്ടോക്രാറ്റിക് റൂളറിൻ്റെ അണ്ടറിൽ കൈകൊണ്ട് വന്നു. നെപ്പോളിയന് പോസ്റ്റ് റെവല്യൂഷൻ പീരീഡിൽ ഫ്രാൻസിനെതിരെ ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച യൂറോപ്യൻ സംഘത്തെ പരാജയപ്പെടുത്തുന്നതിൽ നെപ്പോളിയൻ ഒരു ക്രൂഷ്യൽ റോള് തന്നെ വഹിച്ചിട്ടുണ്ട്. 1799 അദ്ദേഹം ഫ്രാൻസിൻ്റെ പവർ സീസ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ഓട്ടോക്രാറ്റിക് റൂളർ ആണെങ്കിൽ കൂടെ ഒരുപാട് റിഫോംസ് ഫ്രഞ്ചിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. Those reforms were stimulated by the ideas and aims of the French Revolution. ഏതൊക്കെയാണ് ആ റിഫോംസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിലത്തെയാണ് ഫാമേഴ്സ് വെർ മെയ്ഡ് ദ ഓണർ ഓഫ് ലാൻഡ്. അവർ വർക്ക് ചെയ്യുന്ന ലാൻഡിൻ്റെ ഓണറാക്കിയിട്ട് ഫാമേഴ്സിനെ മാറ്റി. പിന്നെ ഫോമഡ് എ സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്ത്. പൊതുഗണം എന്നുള്ളൊരു അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സിങ്കിങ് ഫണ്ട്, അതായത് ഫണ്ട് രൂപീകരിക്കുന്നൊരു ഒരു സംഗതി ഫോം ചെയ്തു. കൺസ്ട്രക്ട് സെവറൽ റോഡ് ഫോർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് റോഡ്സ് കൺസ്ട്രക്ട് ചെയ്തു. എക്സസൈസ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി. പുരോഹിതന്മാരുടെ മേലിൽ സ്റ്റേറ്റിനൊരു കൺട്രോൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രഞ്ച് ടു സെൻട്രലൈസ് ഫിനാൻസിനെ സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ഫ്രഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്തു. പ്രിപ്പയർ എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈയിങ് ദ എക്സിസ്റ്റിംഗ് ലോനെ കോഡിഫൈങ് ചെയ്തിട്ട് ഒരു പുതിയ ലോ അദ്ദേഹം പ്രിപ്പയർ ചെയ്തു. നെപ്പോളിയൻ്റെ ഈ ഒരു കാലഘട്ടത്തിലാണ് നാഷണലിസം ഭയങ്കരമായിട്ട്, ദേശീയത ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്തത്.
പക്ഷേ അദ്ദേഹം ഇതിലൊന്നും ഭയപ്പെടാണ്ട് ഓരോന്നോരോന്നായിട്ട് യൂറോപ്യൻ കൺട്രീസിനെ കീഴടക്കിക്കൊണ്ടിരുന്നു. യൂറോപ്യൻസിന് ഭയങ്കരമായിട്ടുള്ളൊരു ഫിയർ വരാൻ തുടങ്ങി. അവർ നെപ്പോളിയൻ്റെ റിഫോംസിനെ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. അതായത് അദ്ദേഹം ഫാമേഴ്സിനെ ലാൻഡിൻ്റെ ഉടമകളാക്കുന്നു, പുതിയ ബാങ്ക് ഉണ്ടാക്കുന്നു, പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ അവരുടെ അടുത്തും എത്തുമോ എന്നുള്ളത് അവരെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി. അവർ ഇംഗ്ലണ്ടിൻ്റെ ലീഡർഷിപ്പിൽ ഓർഗനൈസ് ചെയ്തു. അവർ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഐഡിയൽസിനെയായിരുന്നു ഭയപ്പെട്ടത്, നെപ്പോളിയനല്ല. പിന്നെ ഇവിടെ പറയുന്നത് നെപ്പോളിയന് യൂറോപ്യൻ അലയൻസിൻ്റെ ബാറ്റിൽ ഓഫ് വാട്ടർലോയിൽ ഡിഫീറ്റ് ആവുകയും അദ്ദേഹത്തിൻ്റെ പവർ ലോസ് ആവുകയും ചെയ്തു 1815. അതോടുകൂടി നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ ഇവിടെ അവസാനിച്ചു. നെക്സ്റ്റാണ് ദ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. ഇതൊരു പോയത്തോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാബ്ലോ നെറൂഡയുടെ ഹൈറ്റ് ഓഫ് മാക്കുപിച്ചു എന്നൊരു പോയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കവിതയിൽ ആൻഷ്യൻ്റ് സൗത്ത് അമേരിക്കയിലെ സെൻട്രായിട്ടുള്ള മാക്കുപിച്ചു എന്ന സ്ഥലത്തെ പറ്റിയും അവിടുത്തെ കാഴ്ചകളെ പറ്റിയൊക്കെയാണ് വിവരിച്ചിരിക്കുന്നത്. ഈ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടുത്തെ അബൻഡൻസ് ഓഫ് റിസോഴ്സസ്, അവിടുത്തെ വിഭവ സമൃദ്ധി, പിന്നെ കൾട്ടിവേറ്റഡ് മൈസ്, അവരുടെ ചോളത്തിൻ്റെ കൾട്ടിവേഷനെ പറ്റിയിട്ട്, പിന്നെ അവരുടെ ഷിപ്പ് വളർത്തുന്നതിനെ പറ്റിയിട്ട്, അക്വയർഡ് വെൽത്ത് ത്രൂ ട്രേഡിലൂടെ ഒരുപാട് പണം സമ്പാദിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്കിത് ഈ ഒരു പോയത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ലാറ്റിൻ അമേരിക്കൻ്റെ ഈ ഒരു എക്കണോമിക് റിച്ച്നെസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും അവിടെ കോളനൈസ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു കോളനൈസേഷന് ഇവരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ട് ലാറ്റിൻ അമേരിക്കൻ്റെ ലൈഫിൽ ബാധിക്കാൻ തുടങ്ങി. സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും അവരുടെ ലാംഗ്വേജ്, റിലീജിയന്, കസ്റ്റംസൊക്കെ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ ഹൗസസും ചർച്ചസും സ്പാനിഷ് സ്റ്റൈലിൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് സ്കൂളിൽ അവർ സ്പാനിഷ് സിസ്റ്റത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. സ്പാനിഷ് ഫാമിംഗ് മെത്തേഡും ക്രോപ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തു. പുതിയ പുതിയ ഡിസീസ് യൂറോപ്പിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതായത് വംശീയ വിവേചനം എൻഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. അമേരിക്കൻ പീപ്പിൾസിനെ ഇവർ അവരുടെ ലൈഫിൻ്റെ എല്ലാ മേഖലയിലും റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കൊണ്ട് അടിച്ചമർത്തി. അവിടുത്തെ ആൾക്കാരെ ഇവർ ഒരു സ്ലേവ്സ് ആക്കിയിട്ട് നിർത്താൻ തുടങ്ങി. യൂറോപ്യൻസ് ലാറ്റിൻ അമേരിക്കൻ്റെ എല്ലാ സമ്പത്തും അവരുടെ റിസോഴ്സസും ഒക്കെ കൊള്ളയടിച്ചു. റവല്യൂഷൻ ലീഡ് ബൈ ജോസ്റ്റി സെൻറ്റ് മാർട്ടിൻ, ഫ്രാൻസിസ്കോ മെറാൻഡ, സൈമൺ ബൊലിവർ പോലത്തെ ആൾക്കാർ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനെ അവരുടെ റെവല്യൂഷൻ കൊണ്ട് ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് മാറ്റി. ഇതോടുകൂടി നമ്മളെ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ ഇവിടെ അവസാനിച്ചു. അപ്പോൾ നെക്സ്റ്റ് പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.